case, the current ML translation is already appeared uncon in this case. The current ML translation is already appeared uncontextually appropriate no changes unnecessary. Duly appropriate no changes unnecessary. എന്നിരുന്നാലും എല്ലാ അവശ്യ എണ്ണകളും എല്ലാവർക്കും അനുയോജ്യമല്ല. ചിലത് ചർമ്മത്തിന് പ്രകോപനമോ അലർജിയോ ഉണ്ടാക്കും. എല്ലാവർക്കും ഹലോ, എന്റെ ചാനൽക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ മേഘ ചതുർവേദി. ഇന്ന് ഈ വീഡിയോയിൽ സോറിയാസിസ് പുരോഗമിക്കുന്നത് തടയുകയും അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രശ്നം കുറയ്ക്കുകയും ചെയ്യുന്ന സോറിയാസിസ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഏത് അവശ്യ എണ്ണകൾ ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയും. Before we start, let me tell you some precautions you should take before trying out anything new on your skin. Before using any essential oil on your skin, always do a patch test first also. If you are pregnant, breastfeeding, or have any allergies or medical conditions, it is best to avoid using them. Also, make sure to keep them out of reach of children and pets and store them in a cool, though, and dry place. സോറിയാസിസ് ലക്ഷണങ്ങളെ സഹായിക്കാൻ പല എസൻഷ്യൽ ഓയിലുകൾ ഉണ്ട്. പക്ഷേ എല്ലാ എസൻഷ്യൽ ഓയിലുകളും എവിടെയോ ഉപയോഗിക്കേണ്ടതല്ലെങ്കിൽ ചിലതും പ്രകോപനവും അലർജിക്കാനും ഉണ്ടാക്കുന്നവയാണ്. അതിനാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ തരത്തിനും അവസ്ഥക്കും പിന്തുണയേറി ശരിയായ എസൻഷ്യൽ ഓയിൽ തിരഞ്ഞെടുക്കുകയും അവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയും പ്രധാനമാണ്. സോറിയാസിസ് രോഗിക്ക് ഏറ്റവും ജനപ്രിയവും ഫലപ്രദവുമായ അവശ്യ എണ്ണകൾ ഇതാ. ഒന്നാം നമ്പർ ടീ ട്രീ ഓയിലാണ്. Tea tree oil is one of the most popular and effective essential oils for psoriasis patients. ആന്റിബാക്ടീരിയൽ, ആന്റിവൈറൽ, ആന്റിഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ആരോഗ്യകരമായ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും വീക്കം കുറയ്ക്കാനും ഇതിന് കഴിയും. Tea tree oil is also effective in treating scalp psoriasis as it can relieve itching and flakiness while preventing infections. Now run the lavender oil ആണ്. ലാവെൻഡർ ഓയിൽ മനസ്സിനും ചർമ്മത്തിനും ഉപയോഗിക്കാൻ പല സാധനങ്ങൾ ഉണ്ട്. വേദന, വീക്കം എന്നിവ കുറയ്ക്കുന്ന സോറിയാസിസ് ലക്ഷണങ്ങളെ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ ഈ എണ്ണയിലുണ്ട്. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെ ലാവെൻഡർ എണ്ണ സഹായിക്കുന്നു. ഇത് സോറിയാസിസ് കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമാണ്, കാരണം സമ്മർദ്ദം നിങ്ങളുടെ ജ്വലനങ്ങൾക്ക് കാരണമാകും. നമ്പർ 3 കാമൽ ഓയിൽ ആണ്. കാമൽ ഓയിൽ ചർമ്മത്തിന് നല്ല ആശ്വാസവും ശാന്തവും ആയ ഒരു എസൻഷ്യൽ ഓയിലാണ്. അത് വീക്കം കുറയ്ക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും. Chamomile oil can help reduce psoriasis symptoms like redness, itching, and burning due to its anti-inflammatory, antiseptic, and anti-allergic properties. Chamomile oil can also help improve your mood and aid in falling into a deep sleep, which can enhance your overall quality of life and well-being. Number 4 is bergamot oil. It is a citrus fruit whose essential oil has a fresh and uplifting scent. ഇതിന് ആന്റിബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക് എന്നിവയും ആന്റി ഇൻഫ്ലമേറ്ററി എന്നിവയും ഉണ്ടാക്കുന്ന ഗുണങ്ങൾ സ്കെയിലിംഗ് എന്നിവയും വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ എണ്ണയും നിങ്ങളുടെ സോറിയാസിസ് രോഗത്തിന് നല്ല സമ്മർദ്ദ നിലകൾ നിയന്ത്രിക്കുകയും നിർത്തിയിടുകയും ചെയ്യുന്നു. പ്രശ്നം ഇപ്പോൾ എങ്ങനെയാണ് സോറിയാസിസിന് ഈ എസൻഷ്യൽ ഓയിലുകൾ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ സോറിയാസിസ് അവസ്ഥയുടെ ആവശ്യത്തിന് അനുയോജ്യമായി ഈ എസൻഷ്യൽ ഓയിലുകൾ നിങ്ങളുടെ സോറിയാസിസ് പാച്ചുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. സോറിയാസിസിന് എസൻഷ്യൽ ഓയിലുകൾ ഉപയോഗിക്കുന്നതിന് വ്യത്യസ്തമായ വഴികൾ ഉണ്ട്. നമ്പർ 1 ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളുടെ പ്രഭാവിത തവണ പ്രദേശങ്ങളിൽ എണ്ണ നേരിടുകയാണ് ഏറ്റവും നല്ല ഫലങ്ങൾ പ്രാപിക്കുന്നത്. പക്ഷേ ഉറപ്പാക്കുകയെന്നാൽ കോക്കോനട്ട് എണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ പോലുള്ള കാരിയർ ഓയിൽ ഉപയോഗിച്ച് എസൻഷ്യൽ ഓയിൽ നിറയുക. നിങ്ങൾ 2 സ്പൂൺ കാരിയർ ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 മുതൽ 8 തുള്ളി അവശ്യ എണ്ണ ചേർക്കുക. കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് തുള്ളി അവശ്യ എണ്ണ ചേർക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഉടനീളം സോറിയാസിസ് ഉണ്ടെങ്കിൽ അവശ്യ എണ്ണ വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് പൂർണ്ണമായ ആശ്വാസം നൽകും. നമ്പർ 3 ഇൻഹാലേഷൻ ആണ്. അരോമതെറാപ്യൂട്ടിക് പ്രഭാവങ്ങൾക്കായി നിങ്ങൾ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ശരീരത്തിന് ഒരു നല്ല രോഗപ്രതിരോധ പ്രതികരണം നൽകുകയും ചെയ്യും. ഇൻഹലേഷൻ ബ്ലെൻഡ് ഉണ്ടാക്കാൻ ഒരു ചൂടുള്ള ജലത്തിൽ 5 മുതൽ 10 തുള്ളി എണ്ണം ചേർക്കുക. പിന്തുടരുക. ശേഷം നിങ്ങളുടെ തല ഒരു ടോൾ ഉപയോഗിച്ച് പാത്രത്തിന് മുകളിൽ ചാരിയിരിക്കുക. ആവിയിൽ ശ്വസിക്കുകയും 10 മിനിറ്റ് വരെ വിശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. If you are someone you know is suffering from psoriasis and wants to know how to prevent it, you can call the numbers in the video or send your reports directly to our expert doctors through WhatsApp. നന്ദി. സുന്ദരിയായിരിക്കുക, ആരോഗ്യത്തോടെ തുടരുക.